ഏതൊരാൾക്കും ചില പ്രഖ്യാപിത ശത്രുക്കൾ ഉണ്ടാകും. അങ്ങനെയുള്ളവരോട് എനിക്ക് ബഹുമാനമാണ്, ആദരവാണ്. കാരണം അവർ നമ്മളോടുള്ള ശത്രുത പരസ്യമായി വെളിപ്പെടുത്തുന്നു. നമ്മെ പരാജയപ്പെടുത്താനായി, ഉപദ്രവിക്കാനായി, കഴിയുമെങ്കിൽ നശിപ്പിക്കാനായി അവർ ചെയ്യാവുന്നതെല്ലാം വളരെ പ്രതിബദ്ധതയോടുകൂടി തന്നെ ചെയ്യുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആദരവുള്ളത്. പക്ഷേ മറ്റ് ചില ശത്രുക്കളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അത്തരം ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നത് മിത്രങ്ങൾക്കുള്ളിലാണ്. അപ്പൊ മിത്രങ്ങളെ വേണ്ട രീതിയിൽ, കൂട്ടുകെട്ടുകളെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ, ആ കാര്യത്തിൽ പരാജയപ്പെട്ടാൽ മിത്രങ്ങൾക്കുള്ളിൽ നിന്ന് ശത്രുത ഉടലെടുക്കും. ആ ശത്രുത പ്രഖ്യാപിത ശത്രുക്കളുടെ ശത്രുതയേക്കാൾ വളരെ ഭീകരമായിരിക്കും. അത് ഒഴിവാക്കുന്നതിനായി 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സ്വയം ഒരു ലക്ഷ്മണ രേഖ വരയ്ക്കണം. ആരെ എവിടെ വരെ നിർത്തണം എന്നുള്ളതിനെ കുറിച്ചൊരു ലക്ഷ്മണ രേഖ നമ്മൾ സ്വയം വരയ്ക്കണം എന്നുള്ളത്. 2, അന്ധമായി ആരെയും സ്നേഹിക്കരുത്. 3, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എന്റെ സുഹൃത്ത് എന്ത് പറഞ്ഞാലും ശരി, അത് ഞാൻ കൃത്യമായി അനുസരിക്കും എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി വേണ്ട. 4, കൂട്ടുകാർ പറയുന്നത് ന്യായമാണോ അന്യായമാണോ എന്ന് നോക്കാതെ അവർ പറയുന്ന എന്തിനും കൂട്ടു നിൽക്കരുത്. സ്വന്തം വിവേചന ബുദ്ധി, വിവേകം കൂടി അതിന് ഉപയോഗിക്കണം. 5, മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഏത് തെറ്റിനും കുടപിടിക്കരുത്, അതിനോട് ചേർന്ന് നിൽക്കരുത്. അതിന് തെറ്റായ കാര്യങ്ങളാണെങ്കിൽ അത് തെറ്റെന്ന് പറയാനായിട്ടുള്ള ആർജവം ഉണ്ടാകണം. അതിനോടുകൂടി ചേരാതിരിക്കാനായിട്ടുള്ള ഒരു പ്രതിബദ്ധത നമ്മളും കാണിക്കണം. അപ്പൊ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മിത്രങ്ങൾക്കുള്ളിൽ നിന്ന് ഉയർന്നു വരുന്ന ശത്രുത നമുക്ക് ഒഴിവാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഖ്യാപിത ശത്രു എന്തായാലും ശത്രുതയുമായി തന്നെ അവരുടെ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതിന് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനേക്കാളും ഭീകരമാണ് മിത്രങ്ങൾ ശത്രുക്കളായാലുള്ള അവസ്ഥ. എന്റെ സാറേ, വളരെ ഭീകരമാണ്. നന്ദി, നമസ്കാരം.